ഹലോ ഗൈസ്, വായോ ഇന്ന് നമുക്കൊരു തട്ടിക്കൂട്ട് വാട്ട ഈറ്റിനിടെ കാണാം കേട്ടോ. അങ്ങനെ രാവിലത്തെ മുട്ടക്കറീൻ്റെ പരിപാടി എനിക്കായിരുന്നു. എൻ്റെ മുട്ടക്കറിക്ക് ഒരു സ്പെഷ്യൽ ഫാൻസാണ്, എന്ത് ചെയ്യാനാ. പിന്നെ രാവിലെ എണീറ്റ് കുക്ക് ചെയ്യുന്നതിൻ്റെ ആണോ അതോ ഉറക്കം ശരിയാവാത്തതിൻ്റെയാണോ എൻ്റെ മുഖം കണ്ടാൽ അറിയാം, എനിക്ക് അത്ര രസം ഉണ്ടായില്ല. ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല ലൈറ്റിൻ്റെ ഒരു ബ്രൗണി കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് നേരം നമ്മുടെ തള്ളപ്പൂച്ചയ്ക്ക് എക്സസൈസ് ചെയ്തു. അവൾ പ്രഗ്നൻ്റ് ആണ്. പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ എക്സസൈസ് ചെയ്യണമെന്നാണല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവളെ അവിടെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ നേരെ മുട്ടക്കറിയുടെ അടുത്തേക്ക് വന്നു. ഇതാണ് എൻ്റെ സ്പെഷ്യൽ മുട്ടക്കറി. ഇതിൻ്റെ റെസിപ്പി വേണം ഞാൻ തരാം കേട്ടോ. അങ്ങനെ എൻ്റെ മുട്ടക്കറിയും ഇടിയപ്പവും കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിച്ചു. അതും കഴിഞ്ഞിട്ടും എൻ്റെ വിശപ്പ് തീരാത്തതുകൊണ്ട് അമ്മ നല്ല അടിപൊളി അപ്പളം വറുത്തരാൻ തുടങ്ങി. ചോറൊക്കെ ഉണക്കിയിട്ട് അങ്ങനെ എന്തും ഉണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ. ഇത് നല്ല രസമാണ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കഴിക്കുമ്പോഴത്തേനും സൂക്ഷിക്കുക, ഇങ്ങനെ വായൊക്കെ പൊള്ളും. ഇങ്ങനെ വെറുതെ തിന്നുകൊണ്ടിരുന്നാൽ പോരല്ലോ എന്നും പറഞ്ഞിട്ട് അമ്മ നല്ല പണി തന്നിട്ടുണ്ടായിരുന്നു തേങ്ങ വറുക്കാൻ. ഇത് എല്ലാ സൺഡേയുള്ള പരിപാടിയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ നല്ല ചൂട് ചോറും പോർക്കും ഞാൻ കഴിക്കില്ല കേട്ടോ. പിന്നെ മീൻ വറുത്തതും രസവും മോരും പിന്നെ അച്ചിങ്ങ മെഴുക്കുവരട്ടിയും മീൻകറിയും 2 കൂട്ടം അച്ചാറും പപ്പടവും എല്ലാം ആയിട്ട് നമ്മുടെ ഒന്നാന്തരം ലഞ്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു. ലഞ്ച് നല്ല കുശാലായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കൂട്ടിയിട്ട് നല്ലൊരു പിടുത്തം അങ്ങോട്ട് പിടിച്ചു. അത് കഴിഞ്ഞ് പറമ്പിലേക്ക് ഇറങ്ങിയപ്പോഴത്തേനും നല്ല പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും അങ്ങോട്ട് കഴിച്ചപ്പോഴത്തേനും ആഹാ എന്താ ആശ്വാസം. പിന്നെ കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ആയിരുന്നു കേട്ടോ. റെസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും അമ്മ നല്ല ചൂട് ചായയും അവലും തന്നിട്ടുണ്ടായിരുന്നു. അവലിങ്ങനെ ശർക്കര ഇട്ട് കഴിക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ രാത്രി ആയപ്പോഴത്തേനും വാവ നല്ല അടിപൊളി സോയ റോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഫ്രൈ ചെയ്തും അല്ലാതെ ഉണ്ടാക്കാം. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതും ഇടാം കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ വയറ്റിൽ ഇനിയും സ്പേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2 ഹൈഡ് ആൻഡ് സീക്ക് കൂടെ കുത്തിക്കയറ്റി. അപ്പോൾ ഇന്നത്തെ റോള് ബൈ.